അപ്പോൾ ബോട്ടണിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് സബ്സ്റ്റൻസ്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ വസ്തു ഉള്ളത് കൊണ്ടാണ് പോളൻ ഗ്രെയിൻ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുക ഫോസിലായിട്ട്. അപ്പോൾ അതിൻ്റെ പേരാണിത് സ്പോറോപോളിനിൻ. സ്പോറോപോളിനിൻ മറന്നു പോകരുത്. ദെൻ ലെയേഴ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് അല്ലേ, ഒരു മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ് ഇത്. ഈ പറയുന്ന നമ്മുടെ പോളൻ ഗ്രെയിൻസ് നമുക്കറിയാം, അതിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 2 മാർക്കിനായിരിക്കും മിക്കവാറും ചോദിക്കുക. ഫിഗർ എന്നിട്ട് ലേബിൾ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 2 ലെയർ ഏതൊക്കെയാണ്? ഔട്ടർ ലെയറിൻ്റെ പേരാണ് എക്സൈൻ എന്ന് പറയുന്നത്, ഇന്നർ ലെയറിൻ്റെ പേരാണ് ഇൻഡെയിൻ. എക്സൈൻ നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് ഇത് സ്പോറോപോളിനിൻ. എക്സൈൻ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലോസും പെക്റ്റിനും ആണ്, മറന്നു പോകരുത്. ദെൻ മെച്ചുവർ എംബ്രിയോ സാക്ക് കണ്ടെയ്ൻ. ഒരു മെച്ചുവർ ആയിട്ടുള്ള എംബ്രിയോ സാക്കിനകത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, എത്ര സെൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും? 8 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അതിനൊക്കെ 7 സെല്ലായിരിക്കും. 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഓർത്തിരിക്കുക, മെച്ചുവർ എംബ്രിയോ സാക്ക്. ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഓവ്യൂളിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഓവ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈലോവും അതൊക്കെ തന്നെ ഈ പറയുന്ന ചലാസൽ പോളും മൈക്രോപൈലാർ പോളും ഇൻഡിഗ്യുമെൻസും എംബ്രിയോസാക്കും ഒക്കെ വരുന്ന ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള തലതിരിഞ്ഞ ഒരു ഓവ്യൂളിനെ അറിയപ്പെടുന്ന പേരെന്താണ്? പറയാൻ പറ്റുമോ? അതിൻ്റെ പേരാണ് അനാട്രോപ്പസ് ഓവ്യൂൾ. അതിൻ്റെ പേരാണ് അനാട്രോപ്പസ് ഓവ്യൂൾ. അങ്ങനെ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഇൻ സിനർജിറ്റ്സ്, അതായത് പോളൻ ട്യൂബിൻ്റെ എൻട്രിക്ക് സഹായിക്കുന്ന സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്ങിനെ അറിയപ്പെടുന്ന പേര്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ.